വെൽക്കം ടു ഡേ 6 ഓഫ് 100 ഡേ സ്റ്റോറീസ്. നിങ്ങൾക്ക് ലയണൽ മെസ്സിയെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുട്ടിക്കാലത്ത് വളർച്ചക്കുറവ് എന്ന മാരകരോഗം ബാധിച്ച് ഫുട്ബോൾ കളിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു പയ്യനുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ 11ാം വയസ്സിൽ ചികിത്സയ്ക്ക് പണമില്ലാതെ വലഞ്ഞപ്പോൾ ഒരു ടിഷ്യൂ പേപ്പറിൽ ഒപ്പിട്ട കരാറിലൂടെയാണ് അവൻ ലോകത്തെ ഏറ്റവും വലിയ ക്ലബ്ബുകളിലൊന്നായ ബാഴ്സലോണയിലേക്ക് എത്തുന്നത്. ഇന്ന് ആ പഴയ പയ്യൻ തന്റെ ഇടങ്കാലുകൊണ്ട് ലോക ഫുട്ബോളിനെ മുഴുവൻ ഭരിക്കുന്ന ഒരു രാജാവായി മാറി. അതാണ് ലയണൽ ആന്ദ്രേസ് മെസ്സി. അർജന്റീനയിലെ റൊസാരിയോ എന്ന ഗ്രാമത്തിൽ ജനിച്ച് പന്തുകൊണ്ട് മാന്ത്രികത കാണിച്ചു വളർന്ന മെസ്സിയുടെ മുന്നോട്ടുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ക്ലബ്ബ് ഫുട്ബോളിൽ ബാഴ്സലോണയ്ക്കു വേണ്ടി ട്രോഫികൾ വാരിക്കൂട്ടുമ്പോഴും സ്വന്തം രാജ്യമായ അർജന്റീനയ്ക്കു വേണ്ടി ഒരു വലിയ കിരീടം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. ഫൈനലുകളിലെ തുടർച്ചയായ തോൽവികൾ കാരണം ആരാധകർ പോലും അദ്ദേഹത്തെ വേട്ടയാടി. ആ വേദന താങ്ങാനാവാതെ ഒരിക്കൽ അദ്ദേഹം കളി നിർത്തി കണ്ണീരോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചു. എന്നാൽ കഥ അവിടെ തീർന്നില്ല. ഒരു യഥാർത്ഥ രാജാവ് എപ്പോഴും ശക്തമായി തിരിച്ചുവരും. രാജ്യം മുഴുവൻ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചപ്പോൾ മെസ്സി തന്റെ ബൂട്ടിന്റെ വള്ളി വീണ്ടും മുറുക്കി. പിന്നീട് കണ്ടത് ചരിത്രമാണ്. കോപ്പ അമേരിക്ക കിരീടവും ഒടുവിൽ ലോകം കാത്തിരുന്ന ആ സ്വർണ്ണ ലോകകപ്പ് കിരീടവും തന്റെ രാജ്യത്തിനുവേണ്ടി അദ്ദേഹം വാനിലുയർത്തി. 8 തവണ ബാലൺ ഡിയോർ പുരസ്കാരം നേടി ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം മാറിയ വിസ്മയം. പ്രതിസന്ധികളെയും ശാപവചനങ്ങളെയും തന്റെ മാന്ത്രിക കാലുകൾ കൊണ്ട് നിശബ്ദമാക്കിയ ആ ഫുട്ബോൾ മിശിഹ, അവനാണ് ലയണൽ മെസ്സി. അടുത്തതായി നിങ്ങൾക്കേത് പ്രമുഖന്റെ കഥയാണ് അറിയേണ്ടത്? ഇപ്പോൾ തന്നെ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ വീഡിയോയ്ക്കുവേണ്ടി അൺടോൾഡ് സ്റ്റോറി എക്സ്പ്ലെയിനർ എപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.